ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 17 വെള്ളിയാഴ്ചയാണ്. ഇന്നലെ ക്ലോസ് ചെയ്ത ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് വന്നാൽ US, യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം ഇടിവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളും ഇടിവിൽ തന്നെയാണ്. എന്നാൽ ഇന്നലത്തോടെ നമ്മുടെ മാർക്കറ്റിൽ കുറെ പോസിറ്റീവ് സെന്റിമെന്റ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഇന്നൊരു 20 മുതൽ 30 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നിലവെച്ച് സാധ്യതയുള്ളത്. കൂടാതെ ഡോളർ ഇൻഡെക്സ് 104ലേക്ക് ഇടിഞ്ഞിരിക്കുന്നു. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകളിലും ഇടിവ് കണ്ടു. 4.37 ഇപ്പോൾ ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഉള്ളത്. ഇന്നലെ അവസാന മണിക്കൂറിൽ കണ്ട റാലി ഇന്നും തുടരുമോ എന്നാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ആദ്യത്തെ വാർത്ത ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യ അതിന്റെ പ്രധാന ഫിനാൻഷ്യൽ റെഗുലേറ്റർമാരെ ഉപയോഗിച്ച് ക്രിപ്റ്റോ കറൻസികൾ നിയന്ത്രിക്കുന്നത് പരിഗണിക്കുന്നു. ഇതിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പറയുന്നത് വിവിധ റെഗുലേറ്റർമാർ മാർക്കറ്റിന്റെ വിവിധ വശങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ നിർദ്ദേശിക്കുന്നു. ഇതുകൂടാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI സ്വകാര്യ ഡിജിറ്റൽ കറൻസികൾ അപകട സാധ്യതയുള്ളതായി കാണുകയും സ്റ്റേബിൾ കോയിനുകൾ നിരോധിക്കുന്നതിന് പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഏതായാലും സർക്കാർ പാനലിന് ഇരു ഏജൻസികളും അവരുടെ ശുപാർശകൾ നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊരു വാർത്തയുള്ളത് 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ $4 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാകുമെന്നും അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ ജപ്പാനെ മറികടക്കുന്ന ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്നും പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗം സഞ്ജീവ് സന്യാൽ വ്യാഴാഴ്ച പറയുകയുണ്ടായി. പോസിറ്റീവായ വാർത്ത തന്നെയാണ്. പുറത്തു വന്ന റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ കഴിഞ്ഞ ക്വാർട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ 22% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 2474.31 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. ഗ്യാസ് മാർക്കറ്റിംഗ് സെഗ്മെന്റിന്റെ വീക്ക് പെർഫോമൻസ് ആണ് ഇടിവിന് കാരണം. എന്നാൽ ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ പല മടങ്ങ് വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 32,833.24 കോടി രൂപയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിൽ 33,264.06 കോടി രൂപയായിരുന്നു. ടെലികോം ഓപ്പറേറ്ററായ വോഡാഫോൺ ഐഡിയയുടെ റിസൾട്ടും പുറത്തു വന്നിരുന്നു. നെറ്റ് ലോസായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 7,674 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിലെ നെറ്റ് ലോസായി രേഖപ്പെടുത്തിയിരുന്നത് 6,418.9 കോടി രൂപയായിരുന്നു. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ ചെറിയ ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. 10,606 കോടി രൂപയാണ് ഇപ്പോൾ റവന്യൂ ആയി വന്നിരിക്കുന്നത്. 10,531 കോടി രൂപയായിരുന്നു കഴിഞ്ഞ ഫിസ്ക്കലിലെ റവന്യൂ ഉണ്ടായിരുന്നത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി ബയോകോൺ ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 57% ഇടിവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 135.5 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 313.2 കോടി രൂപ ലാഭത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവുമായി കമ്പയർ ചെയ്യുമ്പോൾ 3.7% വർദ്ധിച്ചിട്ടുണ്ട്. റവന്യൂ ആയി വന്നിരിക്കുന്നത് 3,917.1 കോടി രൂപയാണ്. മറ്റൊരു കമ്പനി ത്രിവേണി ടർബൈൻസ് ആണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 76.2 കോടി രൂപയാണ്. അതായത് നെറ്റ് പ്രോഫിറ്റിൽ 37% വർധനമാണ് വന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 458 കോടി രൂപയാണ്. അടുത്തത് IIFL സെക്യൂരിറ്റീസ് ആണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 188 കോടി രൂപയാണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 575 കോടി രൂപയും. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ സി എന്റർടൈൻമെന്റ്, JSW സ്റ്റീൽ, ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, ഗ്ലാക്സോ, ശോഭ എന്നീ കമ്പനികളാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബന്ധൻ ബാങ്ക്, ബയോകോൺ, ഗ്രാനുൾസ് ഇന്ത്യ, ഇന്ത്യ സിമന്റ്സ്, ബൽറാംപൂർ ചീനി മിൽസ്, ബിർള സോഫ്റ്റ്, GMR എയർപോർട്ട് ആൻഡ് ഇൻഫ്ര, ഹിന്ദുസ്ഥാൻ കോപ്പർ, വോഡാഫോൺ ഐഡിയ, പിരാമൽ എന്റർപ്രൈസസ്, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇനി നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 10 മണിയോടുകൂടിയാണ്. 10 മണി മുതൽ 3:30 വരെ നമ്മുടെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. ഇത്രയും അധികം സമയം ലൈവ് കണ്ടക്ട് ചെയ്യുന്ന മറ്റൊരു ചാനലുണ്ട് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ലൈവ് സെഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല, രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് ഒരു ഹൈ വോളറ്റൈൽ സെഷൻ ആയിരുന്നു നിഫ്റ്റിയിൽ ഇന്നലെ കാണാൻ കഴിഞ്ഞത്. ഒടുവിൽ ബുൾസ് തന്നെയാണ് ഇന്നലെ വിജയിച്ചത്. 22,300 റേഞ്ചിൽ നല്ല റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് ഇന്നലെ ഡെയിലി മാർക്കറ്റ് ന്യൂസിൽ നമ്മൾ പറഞ്ഞതാണ്. 20-യുടെ EMA ഉള്ള റേഞ്ച് അത് തന്നെയാണ്. ഇന്നലെ രാവിലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ലഭിച്ചെങ്കിലും ആ ലെവലിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ തിരിച്ചിറങ്ങുകയുണ്ടായി. പിന്നീട് 12 മണിയോടുകൂടി നിഫ്റ്റി വീണ്ടും 22,300 എന്ന ലെവലിലേക്ക് എത്തിയെങ്കിലും പിന്നീടും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ താഴേക്ക് വീഴുകയുണ്ടായി.
പിന്നീട് അവസാനത്തെ 1 മണിക്കൂറിലാണ് നിഫ്റ്റി അതിശക്തമായി തിരിച്ചു വന്നത്. ഒടുവിൽ 22,400 ക്രോസ് ചെയ്യുകയും ചെയ്തു. ഇന്നലെ നിഫ്റ്റി 22,403 203 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട എല്ലാ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഹവർലിക്ക് പുറമെ ഡെയിലി മൊമെന്റം ഇൻഡിക്കേറ്ററും ഒരു പോസിറ്റീവ് ക്രോസ് ഓവറാണ് കാണിക്കുന്നത്. അപ്സൈഡിലേക്ക് വന്നാൽ 22,580 മുതൽ 22,600 വരെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് സോൺ തന്നെയാണ്. ഡൗൺ സൈഡിൽ 22,200 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാനും സാധ്യതയുണ്ട്. അടുത്തത് ഡേ ക്യാൻഡിലാണ്. വലിയ ലോവർ വീക്കോട് കൂടിയ ഒരു ഹാമർ ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഒരു റിവേഴ്സലിന്റെ ഇൻഡിക്കേഷൻ കൂടിയാണിത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 22,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 23,000 സ്ട്രൈക്കിലും അതിനുശേഷം 22,900 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,200 സ്ട്രൈക്കിലും അതിനുശേഷം 22,300 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,500ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,300ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 22,400 സ്ട്രൈക്കിൽ 1896% വർധനവ് കാണാം. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 97% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. അടുത്തത് പുട്ട് സൈഡിൽ 22,350 സ്ട്രൈക്കിൽ 1380% വർധനവ് കാണാം. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിൽ 25% മാത്രം വർധനവാണ് ഉള്ളത്. ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പ് മാത്രമാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. അടുത്തത് 22,450 സ്ട്രൈക്കിൽ 237% വർധനവ് കോൾ സൈഡിലുണ്ട്. 2,070% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പും. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയി തന്നെ, വളരെ സ്ട്രോങ് ആയി തന്നെ നിലകൊള്ളുന്നു എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 47,977 289 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ 20 ഡേ മൂവിംഗ് ആവറേജ് ഉള്ളത് 48,200ലാണ്. അപ്സൈഡിൽ ഈ ലെവൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ തന്നെയാണ്. ഈ ഒരു ലെവലിന് മുകളിലായി ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 49,000 പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ 47,600 മുതൽ 47,500 വരെയുള്ള ലെവലാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. 48,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 49,500 സ്ട്രൈക്കിലും അതിനുശേഷം 48,500 സ്ട്രൈക്കിലുമാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ട്രൈക്കുകൾ. പുട്ട് സൈഡിൽ 47,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 48,000 സ്ട്രൈക്കിലും അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 48,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 47,500. ഇന്ത്യ വിക്സിലേക്ക് 20ലാണ് ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. 1.37% ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. എന്നിരുന്നാലും വലിയൊരു ഫോളൊന്നും ഇന്ത്യ വിക്സിൽ കാണാൻ കഴിയുന്നില്ല. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&F സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. സ്വിംഗ് സെഗ്മെന്റിൽ ആദ്യം നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് ത്രിവേണി ടർബൈൻസ് ആയിരുന്നു. മാർച്ച് 21 514ലാണ് എൻട്രി എടുക്കുന്നത്. 607 വരെയാണ് അപ്പായത്. 15.3% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സൂപ്പർ ഹിറ്റായ സ്റ്റോക്ക് കിർലോസ്കർ ഇൻഡസ്ട്രീസ് ആയിരുന്നു. മെയ് 3 എൻട്രി എടുക്കുന്നത്. 5,570 എൻട്രി എടുത്തു. 6,556 വരെയാണ് അപ്പായത്. 15% ഈ സ്റ്റോക്കിലും നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുന്നത്. അടുത്തത് ടിംകൻ ആയിരുന്നു. മെയ് 15 3,808 എൻട്രി എടുക്കുന്നത്. 4,288 വരെ അപ്പായി. 11% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുന്നത്. അടുത്തത് കോൾ ഇന്ത്യയാണ്. മെയ് 15 456 എൻട്രി എടുത്തു. 475 വരെയാണ് അപ്പായത്. 4% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മാത്രമല്ല F&O സെഗ്മെന്റിലും നമ്മൾ കോൾ ഇന്ത്യയുടെ ഓപ്ഷൻ കൊടുത്തിരുന്നു. അതും ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒബ്രോയ് റിയാലിറ്റി ആയിരുന്നു. മെയ് 15 1611 എൻട്രി എടുക്കുന്നത്. 1700 വരെ അപ്പായി. 5.2% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്ത സ്റ്റോക്ക് പവർ ഇന്ത്യയാണ്, അതായത് ഹിറ്റാച്ചി എനർജി. മെയ് 15 10,850 എൻട്രി എടുത്തത്. 11,875 വരെ അപ്പായി. 8.6% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ഗുഫിക് ബയോ സയൻസസ്. ഏപ്രിൽ 23 എൻട്രി എടുത്ത സ്റ്റോക്ക്. 317 എൻട്രി വരുന്നത്. 341 വരെ അപ്പായി. 7% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് സുമിറ്റ് സെക്യൂരിറ്റീസ് ആണ്. ഏപ്രിൽ 30 1488 എൻട്രി വരുന്നത്. 1562 വരെ അപ്പായി. 4.7% പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് BDL ആയിരുന്നു. മെയ് 9 1950 എൻട്രി എടുത്തത്. 2082 വരെ അപ്പായി. 6.3% പ്രോഫിറ്റായി ലഭിച്ചു.
അടുത്തത് ഇൻട്രാഡേയിൽ സൂപ്പർ ഹിറ്റായി മാറിയ ഒരു സ്റ്റോക്ക് SKF ഇന്ത്യയാണ്. മെയ് 16 5564 എൻട്രി എടുത്തു. 5849 വരെ അപ്പായി. 4.8% പ്രോഫിറ്റായി ലഭിച്ചത്. ഇന്നലെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളെ കുറിച്ച് മാത്രമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിലേക്ക് ആദ്യം FIDE ആക്ടിവിറ്റി. FIS 776 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്തത്. അതായത് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ സെല്ലിംഗ് ആയിരുന്നു അവരുടെ ഭാഗത്ത് നിന്നും ഇന്നലെ കണ്ടത്. മാത്രമല്ല DIS 2127 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇനി ഈ മാസം മാത്രം 37,149 കോടി രൂപയ്ക്കാണ് FIS സെല്ല് ചെയ്ത് കഴിഞ്ഞത്. അതായത് ജനുവരി 2023 ശേഷമുള്ള ഏറ്റവും വലിയ സെല്ലിങ്ങിലേക്കാണ് അവർ ഈ മെയ് മാസം പോയത്. US മാർക്കറ്റുകൾ ഇന്നലെ US വിപണി ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് ഇത് ആദ്യമായി 40,000 എന്ന മാർക്ക് ടച്ച് ചെയ്തിരിക്കുന്നു. S&P 500 5325 എന്ന പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇതോടെ ഡൗ ജോൺസ് 0.10% ഇന്നലെ ഇടിഞ്ഞത്. നാസ്ഡാക്ക് 0.26%, S&P 500 0.21% ഇടിഞ്ഞു. CME ഫെഡ് വാച്ച് ടൂൾ അനുസരിച്ച് ഈ വർഷം ഫെഡറൽ റിസർവിൽ നിന്നുള്ള 2 ക്വാർട്ടർ പോയിന്റ് പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ സെപ്റ്റംബറിലെ ആദ്യത്തെ റേറ്റ് കട്ടിനുള്ള സാധ്യത ഇപ്പോൾ 70% എന്നും CME ഫെഡ് വാച്ച് ടൂൾ കാണിച്ചു തരുന്നു. ഇന്നലെ പുറത്തു വന്ന ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയിലേക്കാണ്. തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾക്കായി പുതിയ ക്ലെയിമുകൾ ഫയൽ ചെയ്യുന്ന അമേരിക്കക്കാരുടെ എണ്ണം കഴിഞ്ഞ ആഴ്ച ഇടിഞ്ഞതായി വ്യാഴാഴ്ചത്തെ ഡാറ്റ കാണിക്കുന്നു. എന്നിരുന്നാലും തൊഴിൽ വളർച്ച കൂൾ ഓഫ് ആകുമ്പോഴും തൊഴിൽ വിപണി ടൈറ്റായി തുടരുന്നു എന്നാണിത് സൂചിപ്പിക്കുന്നത്. സ്റ്റോക്കുകളിലേക്ക് വന്നാൽ ഇന്നലെ റിസൾട്ടുകൾക്ക് ശേഷം വാൾമാർട്ട് 7% ഉയർന്നത്. ഇതോടെ ഏർണിംഗ് സീസൺ ഏറെക്കുറെ അവിടെ അവസാനിച്ചു കഴിഞ്ഞു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം. ഇൻഫോസിസ് 1.11% ഉയർന്നത്. വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ക്ലോസ് ചെയ്തു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.33% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.68% ഉയർന്നത്. ഡോക്ടർ റെഡ്ഡി 0.50% ഇടിയുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.04% നേട്ടത്തിലും, S&P 500 0.01% നേട്ടത്തിലും, നാസ്ഡാക്കും 0.01% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റ് ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ ഇടിയുകയുണ്ടായി. UK മാർക്കറ്റ് FTSE 0.08% ഇടിഞ്ഞത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.63% ഇടിഞ്ഞു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.69% ഇടിഞ്ഞത്. സ്റ്റോക്ക് 600 0.24% ഇടിവും രേഖപ്പെടുത്തി. ഇന്നലെ ഇൻഷുറൻസ് സ്റ്റോക്കുകൾ 1.5% നേട്ടം അവിടെ ഉണ്ടാക്കി. മൈനിങ് സ്റ്റോക്കുകളാണ് പിന്നീട് നേട്ടമുണ്ടാക്കിയത് 0.9%. ഗ്യാസ് സ്റ്റോക്കുകൾ 1% നഷ്ടവും രേഖപ്പെടുത്തി. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൽ നിന്നും ഇന്നലെ ഒരു പ്രസ്താവന വന്നത് ജൂണിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ടെങ്കിലും അവിടെ നിന്ന് അളന്ന രീതിയിൽ മുന്നോട്ട് പോകാനാണ് ലാറ്റ്വിയ സെൻട്രൽ ബാങ്ക് മേധാവി വ്യാഴാഴ്ച പറഞ്ഞത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റുകൾ ഡാക്സ് 0.06% നേട്ടത്തിൽ, CAC 0.16% നേട്ടത്തിൽ, FTSE 0.10% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുടെ ഇപ്പോഴത്തെ അവസ്ഥ വിലയിരുത്താൻ നിക്ഷേപകർ പ്രധാനപ്പെട്ട ചൈനീസ് ഡാറ്റകൾക്കായി കാത്തിരിക്കുകയാണ്. ഏഷ്യ പസഫിക് വിപണികൾ കഴിഞ്ഞ സെഷനിലെ റാലിക്ക് ശേഷം ഒരു നെഗറ്റീവ് സ്റ്റാർട്ടിലേക്കാണ് ഇന്ന് പോയത്. ഇപ്പോൾ സമയം രാവിലെ 7 മണിയാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകൾ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 22,470 എന്ന നിലയിലാണ്. 0.01% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇന്ന് നിഫ്റ്റിയിൽ നമുക്കൊരു 20 മുതൽ 30 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ 0.45% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് 0.66% ഇടിവിലും, തായ്വാൻ മാർക്കറ്റ് 0.14% ഇടിവിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.5% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ US സ്റ്റോക്ക് പൈലുകളിൽ 2 ആഴ്ചയും കുറവ് കണ്ടതും പണപ്പെരുപ്പം കുറഞ്ഞതും വ്യാഴാഴ്ച എണ്ണവില ഉയരാൻ കാരണമായി. 0.60% ഉയർന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ഉള്ളത് $83.38 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.01% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $79.35 പെർ ബാരൽ എന്ന നിലയിൽ 0.03% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളും നമ്മുടെ വ്യൂസുമാണ് ഇവിടെ ഷെയർ ചെയ്ത്. വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, ബിസിനസ് ലൈൻ, ബിസിനസ് സ്റ്റാൻഡേർഡ് എന്നീ സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസാണ്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.